നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനത്തിന് കാതോർത്തിരിക്കുകയാണ് കേരളം. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് സൂചന. വിജ്ഞാപനത്തിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സജ്ജരായി 3 മുന്നണികളുമുണ്ട്. കോൺഗ്രസും BJPയും ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഇടതുമുന്നണി ഒറ്റഘട്ടമായിട്ടായിരിക്കും പ്രഖ്യാപനമൊക്കെ നടത്തുക. വിജ്ഞാപനത്തിന്റെ തലേന്നും CPMന്റെയും കോൺഗ്രസിന്റെയും ആശങ്ക വർദ്ധിപ്പിച്ച് G. സുധാകരന്റെയും K. സുധാകരന്റെയും ഒക്കെ നിലപാടുകൾ അതുപോലെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, ഇനി പ്രഖ്യാപിക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. മുന്നണികളെല്ലാം തന്നെ സ്ഥാനാർത്ഥി പട്ടികയുമായി റെഡിയാണല്ലേ? മായ, അത് തന്നെയാണ് വിജ്ഞാപനം. കേരളം ഇനിയിപ്പോൾ കാത്തിരിക്കുന്ന രാഷ്ട്രീയ മണിക്കൂറുകളെന്ന് പറയുന്നത്, രാഷ്ട്രീയ കാലത്തിൽ ആ മണിക്കൂറുകളെന്ന് പറയുന്നത് എന്നാകും വിജ്ഞാപനം എന്നൊരു കാത്തിരിപ്പ് തന്നെയാണ്. ഏറെക്കുറെ നാളെ അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അവിടെ നിന്ന് ലഭിക്കുന്ന ചില സൂചനകളൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ ഇന്ന് തന്നെ വിജ്ഞാപനം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറെക്കുറെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വിജ്ഞാപനം. കാരണം ഇനിയുള്ള മണിക്കൂറുകൾ ആ വിജ്ഞാപനത്തിൻ്റെയൊക്കെ ഒരു സമയമാണ്. എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ തീയതി അറിയിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം ഉണ്ടാകാം. കേരളം ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നു മെയ് 5 മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ്, അതായത് റിസൾട്ട്, തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്ന രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ ആയിരിക്കും പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുക എന്നാണ് ഏറെക്കുറെ ഒരു കണക്ക് കൂട്ടുന്നൊക്കെ ആ രീതിയിൽ തന്നെയാണ്. എന്തായാലും മുന്നണികളൊക്കെ തന്നെ ഇതിനുവേണ്ടി കാതോർത്തിരിക്കുന്നു. രാഷ്ട്രീയ കേരളം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ആ രീതിയിൽ തന്നെ സജീവമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ, ആദ്യത്തെ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ നിന്ന് തന്നെ ഈ രീതിയിൽ ഈ ആദ്യം 2 മണിക്കൂറുകൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. CPMും CPIയും ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിന്റെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാകും ഉണ്ടാവുക. പൂർണ്ണമായും 1ാം ഘട്ടമായി CPMും CPIയും പ്രഖ്യാപിക്കുന്നില്ല. ആദ്യം ഒറ്റഘട്ടമായി തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. അതേസമയം കോൺഗ്രസും BJPയും ആകട്ടെ, കോൺഗ്രസിനകത്ത് 1ാം ഘട്ട പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് അവർ തയ്യാറെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ 40 മുതൽ 60 വരെ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കണമെന്നൊക്കെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഏറെക്കുറെ അതിന്റെ ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. BJPയിലായാലും 1ാം ഘട്ടത്തിലെ സ്ഥാനാർത്ഥികളെ തന്നെയാകും ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ട് പിന്നാലെ അവർ പ്രഖ്യാപിക്കുക. ഇതിനകത്ത് ഏറ്റവും വലിയ തർക്കമായിരിക്കുന്നത് കോൺഗ്രസിന്റെ കാര്യത്തിൽ തന്നെയാണ്. CPMനുള്ളിലോ CPIക്കുള്ളിലോ തർക്കങ്ങളൊന്നും തന്നെയില്ല. അവർക്ക് ഏറെക്കുറെ ഉഭയകക്ഷി ചർച്ചകളും ഒക്കെ തന്നെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനകത്ത് ഒരു തർക്കത്തിനുള്ള സാധ്യതയൊന്നുമില്ലാതെ അവർ എല്ലാം പൂർത്തിയായി. പക്ഷെ അത് വിജ്ഞാപനം വരുന്നത് വരെ മാത്രം കാത്തിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ അങ്ങനെയല്ല. കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങൾ തന്നെ വലിയ തോതിൽ ഉണ്ടാവുകയാണ്. ഇതിനകത്ത് K. സുധാകരന്റെ വിഷയം മാറ്റി നിർത്തിയാൽ പോലും അതിനപ്പുറത്തേക്ക് ഓരോ ജില്ലകളിലും ഈ പ്രശ്നം, തിരുവനന്തപുരത്തായാലും ഏറെക്കുറെ ഉണ്ട്. കാരണം തിരുവനന്തപുരം സെൻട്രൽ CP ജോണിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ചുറ്റിയുള്ള തർക്കം ഇപ്പോഴും VS ശിവകുമാർ ആ സെൻട്രലിന് വേണ്ടി തന്നെയാണ് കണ്ണുനട്ടിരിക്കുന്നത്. നേമത്ത് KS ശബരിനാഥിന്റെ ഏറെക്കുറെ എല്ലാം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ പോലും KS ശബരിനാഥ് അവസാന നിമിഷം തനിക്ക് ഒരു വിമുഖത കാണിക്കുന്നു. കാരണം ഒരു ജയസാധ്യത എത്രത്തോളം എന്ന ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ശബരിനാഥിന് ചില ഭാഗത്ത് ചില അതൃപ്തികളോ വിമുഖതയൊക്കെ ഉണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ അവിടെയൊക്കെ ചില പ്രധാന സീറ്റുകൾ പുനഃപരിശോധന നടക്കുമോ എന്നതുപോലും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. അതേസമയം മറ്റു ജില്ലകളിലൊക്കെ തന്നെയും സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസിന് പ്രതിസന്ധിയുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഈ 2 പേരും, അതായത് G. സുധാകരനാലും K. സുധാകരനാലും ഇടതു വലതു മുന്നണികളെ അവസാന നിമിഷം ആശങ്കയിലാക്കുന്നു, അല്ലെങ്കിൽ അവസാന നിമിഷവും ഇവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം K. സുധാകരന്റെ നിലപാട് തന്നെയാണ്. K. സുധാകരൻ നാളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള അവസാനവട്ട നീക്കം അതൊരുപക്ഷെ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് K. സുധാകരൻ കഴിഞ്ഞ ദിവസത്തോടുകൂടി അദ്ദേഹം ഡൽഹിക്ക് പോകുന്നില്ല, ഇല്ല എന്നൊരു നിലപാട് അദ്ദേഹത്തുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഡൽഹിക്ക് പോകുന്നില്ല എങ്കിൽ അവർ അനുനയ നീക്കത്തിന് K. സുധാകരൻ തയ്യാറാകുന്നില്ല എന്നതാണ്. K. സുധാകരൻ അനുനയ നീക്കത്തിന് തയ്യാറാകാതിരിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നതിന് തുല്യം തന്നെയാണ്. കാരണം അങ്ങനെ ഡൽഹിയിൽ പോകാതെ അടങ്ങി ഒരുപക്ഷെ ഒന്നിനും പെടാതെ K. സുധാകരന്റെ രീതി അനുസരിച്ച് അദ്ദേഹം അങ്ങനെ മാറി നിൽക്കുകയില്ല. അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ഒരു നിലപാട് പുറത്തെടുക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ എങ്ങനെയാണോ G. സുധാകരൻ CPMനെ വെട്ടിലാക്കുന്നത് അതേ രീതിയിലൊരു നിലപാടും K. സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ വലിയ ആശങ്കയിൽ തന്നെയാണ്. അത് എന്തായാലും വരും മണിക്കൂറുകളൊക്കെ തന്നെ സുധാകരനുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ണൂരിൽ നമുക്ക് ലഭിക്കുന്നതാണ്.
അതേ നിലപാട് തന്നെയാണ് ആലപ്പുഴയിൽ ജി സുധാകരനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് റാലിയൊക്കെ നടത്തി അവർ പ്രതിരോധിച്ചു. അതിനപ്പുറത്തേക്ക് വീടുകൾ കയറി കുടുംബ സംഗമമൊക്കെ നടത്തി ആലപ്പുഴയിൽ ജി സുധാകരനെതിരായ ഒരു വികാരം, അതായത് ജി സുധാകരൻ പാർട്ടിക്ക് വിട്ടുപോയി സ്വതന്ത്രനായി മത്സരിച്ചാലും അവിടെ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന രീതിയിൽ എച്ച് സലാമിന്റെ അവിടുത്തെ നിലവിലെ MLA ആയ എച്ച് സലാമിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമമൊക്കെ നടത്തി അങ്ങനെ മുന്നോട്ട് പോയി അതിനെ പ്രതിരോധിക്കാനുള്ള വരും മണിക്കൂറുകൾ വരുന്ന ആളുകളിലൊക്കെ തന്നെ അങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി CPM തീരുമാനിച്ചിട്ടുണ്ട്. രണ്ട് മുന്നണികളെ വലിയ രീതിയിൽ തന്നെ CPM-നെയും കോൺഗ്രസിനെയും ജി സുധാകരനും കെ സുധാകരനും ആ രീതിയിൽ തന്നെ ആശങ്കപ്പെടുത്തുന്നു എന്ന് തന്നെ പറയുന്ന ഒരു തർക്കമില്ല. ഒപ്പം NDA സംബന്ധിച്ച് NDAയുടെ സീറ്റ് വിഭജന ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി അഥവാ പൂർത്തിയായില്ലെങ്കിൽ പോലും വിജ്ഞാപനം നാളെ വരികയാണെങ്കിൽ തന്നെയും BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അവിടെയും പ്രമുഖ മണ്ഡലങ്ങൾ അവർ ഏറെ പ്രതീക്ഷിക്കുന്ന സ്റ്റാർ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ സ്ഥാനാർത്ഥി BJP-യുടെ പ്രമുഖ മുഖങ്ങളെ തന്നെ ഏറെക്കുറെ നിരത്തി. ശരിയാണ് ഫിൽറ്റ്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നോ നാളെയും ഒക്കെ ആയിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി മുന്നണികളൊക്കെ തന്നെ റെഡിയാണ്. ഒപ്പം കെ സുധാകരൻ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ ജി സുധാകരൻ എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് CPM ഒക്കെ കൂടി ആലോചിക്കുന്നത്. അൺഫിലിറ്റാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.